ഹലോ ഗൈസ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിൻ ക്രൂ ഇന്റർവ്യൂ. എല്ലാവരും എൻ്റെ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യം, എന്നാണ് ഇന്റർവ്യൂ, എപ്പം പുതിയ ഇന്റർവ്യൂ ഉണ്ടോ, എന്നാണ് പുതിയ അപ്ഡേറ്റ്. അപ്പം നമുക്ക് ഇനി കൂടെ ക്യാബിൻ ക്രൂവിന്റെ ഹയറിംഗ് വന്നിട്ടുണ്ട്. ക്യാബിൻ ക്രൂവിന്റെ മാത്രമേ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള കസ്റ്റമർ സർവീസ്, സെക്യൂരിറ്റി അതൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ന്യൂലി വന്നിരിക്കുന്നത് ക്യാബിൻ ക്രൂവിന്റെ ഹയറിംഗ് ആണ്. അത് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, ഒരുപാട് സ്ഥലത്തുണ്ട്. ഇൻഡിഗോയുടെ സൈറ്റിൽ കയറിയാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ വെച്ച് ഏതൊക്കെ സമയത്താണ് നടക്കുന്നതെന്ന്. പിന്നെ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ 9th കൊച്ചിയിൽ 10th കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സൈറ്റിൽ ഇൻഡിഗോയുടെ സൈറ്റിൽ കയറി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. അവിടെ മാത്രമല്ല, ഗോവയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ഒരുപാട് സ്ഥലത്ത് വെച്ച് ഹയറിംഗ് നടക്കുന്നത്. ഫീമെയിൽ ക്യാബിൻ ക്രൂവിന് വേണ്ടിയാണ് നടക്കുന്നത്. ഇൻഡിഗോയിൽ മെയിൽ ക്യാബിൻ ക്രൂ ഇല്ല. പിന്നെ എന്താ പറയണേ, നിങ്ങൾ കൊച്ചിയിൽ എല്ലാവരും ചോദിക്കുന്നത് കൊച്ചിയിൽ എപ്പോഴാണ് ഇന്റർവ്യൂ. ഞങ്ങളെല്ലാം കൊച്ചിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്റർവ്യൂ. കൊച്ചിയിലാണ് 10th ഇന്റർവ്യൂ. എല്ലാവരും 9:30 CV വാങ്ങുന്നത്. 9:30 to 12:30 വരെയാണ് ഇന്റർവ്യൂ. ടൈമിങ് അവർ പറഞ്ഞിരിക്കുന്നത്. കൂടുതലാവുമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്താ മാക്സിമം നേരത്തെ പോകാൻ നോക്കുക. CV കളക്ട് ചെയ്യുന്നത് നേരത്തെ കളക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ മാക്സിമം നേരത്തെ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ്. ഒരു ഫ്രഷ് മോഡിൽ ഫസ്റ്റ് റൗണ്ടൊക്കെ കയറാൻ നോക്കുക. ഫസ്റ്റിനെ കയറുന്നവർക്ക് അത്രയും നല്ലതാണ്. ഫസ്റ്റ് നല്ലതാണ്. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ ക്രൈറ്റീരിയാസ് അല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ ക്യാബിൻ ക്രൂവിന് വേണ്ടത് ഒരു ഫസ്റ്റ് നോക്കുന്നത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. പിന്നെ നമ്മുടെ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് എത്ര? 18 to 27 ആണ്. ഹൈറ്റ് 155 ആണ്. വെയിറ്റ് 52, 53 അതൊക്കെയാണ്. BMI അനുസരിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, 10th +2 സർട്ടിഫിക്കറ്റ്. പിന്നെ ക്യാബിൻ ക്രൂവിനാകുമ്പോൾ നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് മതി. വി ഹാവ് ടു ടേക്ക്. പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV നിങ്ങൾ കൊണ്ടുപോകണം. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഉള്ള CV ഒന്നും കൊണ്ടുപോയാല്. പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള CV കൊണ്ടുപോവുക. ഇപ്പൊ ഒത്തിരി എല്ലാവരും ഒത്തിരി പുതിയ അപ്ഡേറ്റ് ആയിട്ട് CV, പഴയ CV ഒക്കെ കൊണ്ടുപോകുക. അവർ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ CV ഒക്കെ ആയിരിക്കും. നല്ലൊരു CV ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഏവിയേഷൻ ഫീൽഡിൽ കയറാൻ ഏവിയേഷൻ പഠിക്കണം, ഏവിയേഷൻ കോഴ്സ് എടുക്കണം. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ഈ ഏവിയേഷൻ കോഴ്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എയർലൈനിൽ വർക്ക് ചെയ്യാൻ പറ്റൂ, എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ അങ്ങനൊന്നും ഇല്ല. ഇപ്പം കസ്റ്റമർ സർവീസ് ഈ ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രി മതി. നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മതി നിങ്ങൾക്ക് ജോലി കിട്ടാൻ. അല്ലാതെ എയർലൈൻ്റെ ഇതൊന്നും പഠിക്കണമെന്നില്ല, എയർപോർട്ടിന്റെ ഇത് പഠിക്കണമെന്നില്ല. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം മതി. കാരണം കൂടുതൽ നോക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ജോബ് തരുന്നത്. കാരണം നമ്മൾ പാസഞ്ചേഴ്സിനെ ഫേസ് ചെയ്യുന്നത് കൊണ്ട് അവരോട് സംസാരിക്കണം. അപ്പം നമുക്ക് വരുന്ന പാസഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം മലയാളം മാത്രം അറിയാവുന്നവരായിരിക്കില്ല. അപ്പം ഇംഗ്ലീഷ് മാൻഡറ്ററി ആണ്. പിന്നെ ഇന്റർനാഷണൽ പോകുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും, ക്യാബിൻ ക്രൂവിനാകുമ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും വേണം. ഹിന്ദി മാൻഡറ്ററി അല്ല, കാരണം അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റണം. നമ്മുടെ പാസഞ്ചേഴ്സുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റണം. പിന്നെ ഡിഗ്രിക്ക് ക്യാബിൻ ക്രൂവിന് നമുക്ക് ഡിഗ്രി വേണ്ട, +2 മതി. +60% മാർക്ക് അത് മതി. പിന്നെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയുള്ളവർക്ക് ഏവിയേഷൻ അങ്ങനെ പഠിക്കാം, പൈലറ്റ്, എഞ്ചിനീയറിംഗ്. ബാക്കി കസ്റ്റമർ സർവീസിൽ വരുന്നതൊന്നും